ശ്രീഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സംസരസ്വത്യൈ നമഃ. പീതാംബരങ്കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണീയം ദശകം 81. കാളിന്ത്യാദി വിവാഹവും പാരിജാതഹരണവും. സ്നിഗ്ധാം മുക്താം സതതമഭിതാം ലാളയൻ സത്യഭാമാം യാദോ ഭൂയ സഹ ഖലു തയാ യാജ്ഞസേനീ വിവാഹം പാർത്ഥപ്രീത്यै പുനരഭിമനാഗാസ്ഥിതോ ഹസ്തിപുര്യാം ശക്രപ്രസ്ഥം പുരമഭിവിഭോ സംവിധായാഗതോ ഭൂ. സ്നേഹശീലയും ലജ്ജാവതിയുമായ സത്യഭാമയെ അവിടുന്ന് എപ്പോഴും ഓമനിച്ചു പോന്നു. പിന്നെ ആ സത്യഭാമയോടുകൂടി തന്നെ പാഞ്ചാലിയുടെ പരിണയം പ്രമാണിച്ച് അങ്ങ് പാഞ്ചാല നഗരത്തിലേക്ക് പോയി. പിന്നെയും കൗന്ദേയന്മാരുടെ ഇഷ്ടത്തിനു വേണ്ടി അങ്ങ് ഹസ്തിനാപുരിയിൽ കുറച്ചു ദിവസം കൂടി അങ്ങിനെ താമസിച്ചു. അല്ലയോ സർവശക്ത, അവിടുന്ന് ഇന്ദ്രപ്രസ്ഥ നഗരം ഉണ്ടാക്കിക്കൊടുക്കുകയും കൂടി ചെയ്തിട്ട് ദ്വാരകയിലേക്ക് മടങ്ങി വന്നു. ഭദ്രാം ഭദ്രാം ഭവതവരജാം കൗരവേണാർത്ഥ്യമാനാം ത്വദ്വാജാതാമഹൃതഗുഹനാമസ്കരീ ശക്രസൂനു തത്ര ക്രുദ്ധം ബലമനുനയൻ പ്രത്യഗാസ്തേന സാർദ്ധം ശക്രപ്രസ്ഥം പ്രിയസഖമുദേ സത്യഭാമാ സഹായ. അങ്ങയുടെ അനുജത്തിയും ദുര്യോധനൻ തനിക്ക് തരണമെന്ന് ബലരാമനോട് ആവശ്യപ്പെട്ടിട്ടുള്ളവളും സാധുശീലയും സൗഭാഗ്യവതിയുമായ ആ സുഭദ്രയെ കപടസന്യാസിയായി ദ്വാരകയിൽ പാർത്തിരുന്ന അർജുനൻ അങ്ങ് അനുവദിച്ചു പറകയാൽ അപഹരിച്ചു. ആ കാര്യം വെച്ച് ശുണ്ഠിയെടുത്ത ബലരാമനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് തൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതിയായ അർജുനൻ്റെ പേരിൽ പ്രീതി കാട്ടാനായിട്ട് സത്യഭാമയോടുകൂടിയും ആ ബലരാമൻ ഒന്നിച്ചും അങ്ങ് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വീണ്ടും എഴുന്നള്ളി. തത്ര ക്രീഡന്നഭിജയമുനാകുലദൃഷ്ടാം ഗൃഹീത്വാ താം കാളിന്ദീം നഗരമഗമ ഗാണ്ഡവ പ്രീണിതാഗ്നി പ്രാധൃത്രസ്ഥാം പ്രണയവിവശാം ദേവവൈദൃക്ഷ്യസേയീം രാജ്ഞാം മധ്യേ സപതി ജഗൃഷേ മിത്രവിന്ദാവവന്തീം. എന്നു മാത്രമല്ല, അവിടെ ഇന്ദ്രപ്രസ്ഥത്തിലായിരുന്നപ്പോൾ യമുനാ തീരത്തിൽ മൃഗയാ വിനോദത്തിൽ ഏർപ്പെട്ടിരിക്കെ യമുനാ നദീതീരത്തിൽ വെച്ച് കണ്ടെത്തിയ ആ കാളിന്തിയെ അങ്ങ് പരിഗ്രഹിക്കുകയും ഖാണ്ഡവദഹാഹത്തിങ്കൽ അർജുനന് സഹായം ചെയ്ത് അഗ്നിയെ പ്രീതിപ്പെടുത്തുകയും ചെയ്തിട്ട് ദ്വാരകയിലേക്ക് മടങ്ങിപ്പോയി. ദേവ, പിന്നെ അവിടുന്ന് സഹോദരന്മാരെ പേടിച്ചിരുന്നവളും തന്നിൽ അനുരാഗവൈവശ്യമായിരുന്നവളും അച്ഛൻ പെങ്ങളുടെ മകളും അവന്തി രാജകുമാരിയുമായ മിത്രവിന്ദയെ രാജാക്കന്മാർക്കിടയിൽ വെച്ച് പെട്ടെന്ന് അപഹരിച്ചു. സത്യാം ഗത്വാ പുനരുദവഹോ നഗ്നജിന്നന്ദനാം താം ബദ്ധ്വാ സപ്താഭിച്ച വൃഷവരാൻ സപ്തമൂർത്തിർനിമേഷാൻ ഭദ്രാം നാമ പ്രദദുരത തേ ദേവസന്ദർദനാദ്യാ തൽസോദര്യാ വരദ ഭവത സാപി പൈദൃശ്യസേയി. പിന്നെ അങ്ങ് കോസലത്തിൽ ചെന്നിട്ട് 7 ഗംഭീരൻ കാളകളെയും താൻ 7 കൃഷ്ണന്മാരായി തീർന്ന് അല്പസമയം കൊണ്ട് പിടിച്ചുകെട്ടിയിട്ട്
നഗ്നചിത്തിൻ്റെ മകളായ ആ സത്യയെ വിവാഹം ചെയ്തു. പിന്നെ ദേവ, അങ്ങയ്ക്ക് ഭദ്ര എന്ന കന്യകയെ സന്തർദനപ്രവൃത്തികളായ ഭദ്രാസഹോദരന്മാർ പ്രദാനം ചെയ്തു. അവളും, അല്ലയോ അഭീഷ്ടദാതാവേ, അങ്ങയുടെ അച്ഛൻ പെങ്ങളുടെ മകളാകുന്നു. പാർത്ഥാദൈരപ്യകൃതലവനം തോയമാത്രാഭിലക്ഷ്യം ലക്ഷം ചിത്വാ ശഫരമവൃഥാ ലക്ഷ്മണാമന്ത്രകന്യാം അഷ്ടാവേവം തവ സമഭവൻ വല്ലഭാസ്തത്ര മധ്യേ ശുശ്രോധത്വം സുരപതിഗിരാത് ഭൗമദുശ്ചേഷ്ടിതാനി. പല വീരകേസരികൾക്കും ഭേദിക്കാൻ കഴിയാതെ ജലത്തിൽ പ്രതിബിംബിച്ചു സ്ഥിതി ചെയ്തിരുന്ന മത്സ്യരൂപത്തിലുള്ള ലക്ഷ്യത്തെ ഛേദിച്ചിട്ട് അങ്ങ് മദ്രരാജാവിൻ്റെ പുത്രിയായ ലക്ഷ്മണയെ വിവാഹം ചെയ്തു. ഇങ്ങനെ അങ്ങയ്ക്ക് 8 ഭാര്യമാരുണ്ടായി. അങ്ങനെ ഇരിക്കെ നരകാസുരൻ്റെ കുചേഷ്ടിതങ്ങളെക്കുറിച്ച് അങ്ങയ്ക്ക് ദേവേന്ദ്രനിൽ നിന്നും അറിയാനിടയായി. ശ്രീകൃഷ്ണൻ്റെ 8 പ്രധാന പത്നിമാർ യഥാക്രമം രുക്മിണി, ജാംബവതി, സത്യഭാമ, കാളിന്തി, മിത്രവിന്ദ, സത്യ, ഭദ്ര, ലക്ഷ്മണ എന്നിവരാണ്. സ്മൃതായാദം പക്ഷി പ്രവരമധിരൂഢസ്ത്വമഗമോ വഹന്നംഗേ ഭാമാമുപവന വിവാരാദിഭവനം പിബിന്ധൻ ദുർഗാണി ത്രുടിതമൃദുനാശോണിതരസൈ പുരന്താവൽ പ്രാഗ്ജ്യോതിഷമഗുരുധ ശോണിതപുരം. സ്മരണമാത്രത്താൽ സമീപപ്രാപ്തനായ പക്ഷിശ്രേഷ്ഠൻ്റെ പുറത്ത്, ഗരുഡൻ്റെ പുറത്ത് കയറിയിട്ട് അവിടുന്ന് സത്യഭാമയെ മടിയിൽ എടുത്തിരുത്തിക്കൊണ്ട് ഉദ്യാനത്തിലേക്കെന്ന പോലെ ശത്രുവിൻ്റെ വാസസ്ഥലത്തേക്ക് ചെന്നു. തൽക്ഷണം തന്നെ കോട്ടകളെല്ലാം തകർത്ത് അരിഞ്ഞു വീഴ്ത്തിയ സൈന്യത്തിൻ്റെ നീരൊഴുക്കുകളാൽ പ്രാഗ്ജ്യോതിഷപുരത്തെ ശോണിതപുരമാക്കി തീർത്തു. പുരസ്ത്വാം പഞ്ചാസ്യോ ജലദിവനമധ്യാദുദപതത് സചക്രേ ചക്രേണ പ്രതലിതശിരാമംക്ഷുഭവതാ ചതുർദന്തൈർദന്താവളപതിഭിരന്ദാന സമരം രഥാംഗേന ചിത്വാ നരകമകരോസ്തീർണ നരകം. 5 മുഖങ്ങളുള്ള മുരാസുരൻ കിടങ്ങിലെ ജലത്തിനുള്ളിൽ നിന്ന് അങ്ങയുടെ നേരെ ചാടി വീണു. അവനെ അവിടുന്ന് അതിവേഗത്തിൽ ചക്രം കൊണ്ട് തലകളറുത്തു കൊന്നു. ഗംഭീരന്മാരായ 65 നാൽക്കൊമ്പൻ ആനകളോടുകൂടി വന്ന നരകാസുരനെ ചക്രം കൊണ്ട് അറുത്ത് അവിടുന്ന് നരകത്തിൽ നിന്നും കയറിയവനാക്കി തീർത്തു, മോക്ഷം നൽകി. സ്തുതോ ഭൂമ്യാ രാജ്യം സപതി ഭഗദത്തേസ്യ തനയേ ഗജം ജൈഗം ദത്വാ പ്രജിഘയിതനാഗാൻ നിജപുരീം ഖലേനാബദ്ധാനാം സ്വഗതമനസാം ഷോഡശപുന സഹസ്രാണി ശ്രീണാമഭിജതനരാശീം ച വിപുലം. ഭൂമിദേവിയാൽ സ്തുതിക്കപ്പെട്ട് അങ്ങ് നരകപുത്രനായ ഭഗദത്തന് രാജ്യത്തെയും ഒരാനയെയും നൽകി. അനന്തരം ബാക്കിയുള്ള ആനകളെയും ദുർഭകനായ നരകാസുരൻ ബന്ധസ്ഥരാക്കിയിരുന്നവരും തന്നിൽ ലയിച്ച മനസ്സുള്ളവരുമായ 16,000 സ്ത്രീകളെയും വിപുലമായ ധനസമ്പത്തിനെയും കൊണ്ട് അങ്ങ് സ്വനഗരമായ ദ്വാരകയിലേക്ക് മടങ്ങി. ഭൗമാപഹൃതകുണ്ടലം തദതിദേർദാതും പ്രയാതോ ദിവം ശക്രാദൈർമഹിതസമന്തൈതയാ ശുശ്രൂഷൂ ദത്തഹ്രിയാ ഹൃത്വാ കൽപ്പതരും രുഷാഭിപതിതം ജിത്തേന്ദ്രമഭ്യാഗമസ്തൽത്തൂ ശ്രീമദദോഷ ഈദൃശ ഇതി വ്യാഖ്യാതുമേവാകൃതാ. ദേവാംഗനങ്ങളെപ്പോലും ലജ്ജിപ്പിക്കത്തക്ക സൗന്ദര്യവിലാസമുള്ള സത്യഭാമയോടുകൂടി അങ്ങ് നരകാസുരൻ മോഷ്ടിച്ചിരുന്ന ദിവ്യകുണ്ടലം അതിഥിദേവിക്ക് മടക്കിക്കൊടുക്കാനായി സ്വർഗലോകത്തിലെത്തി. അവിടെ ദേവേന്ദ്രനാൽ സൽക്കരിക്കപ്പെട്ട അങ്ങ് കൽപ്പവൃക്ഷത്തെ അപഹരിച്ചു. കോപിഷ്ഠനായി എതിർത്ത വന്ന ഇന്ദ്രനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അങ്ങ്
തിരിച്ചു പോന്നു. ഐശ്വര്യം മൂലം അഹങ്കാരമുണ്ടായാലുള്ള ദോഷം ഇങ്ങനെയിരിക്കുമെന്ന് കാണിക്കാനാണല്ലോ അങ്ങ് ഈ കൃത്യം നടത്തിയത്. കൽപദ്രും സത്യഭാമാ ഭവനഭുവി സൃജൻ ദൃഷ്ടസാഹസ്രയോഷാ സ്വീകൃത്യ പ്രത്യകാരം വിഹിത ബഹുവപുർലാളയൻ കേളിഭേദൈ ആശ്ചര്യാനാരദാലോകിത വിവിധഗതിസ്തത്ര തത്രാഭിഗേഹേ ഭൂയഃ സർവാസു കുർവൻ ദശ ദശതനയാൻ പാഹി വാതാലയേശ. സ്വർഗത്തിൽ നിന്നും കൊണ്ടുവന്ന കൽപ്പവൃക്ഷത്തെ സത്യഭാമയുടെ ഭവനത്തിൽ സ്ഥാപിച്ചതിനു ശേഷം അങ്ങ് 16,000 വനിതാരത്നങ്ങളെ പരിഗ്രഹിക്കുകയും അനേകം ശരീരങ്ങൾ കൈക്കൊണ്ട് ഓരോ ഗൃഹത്തിലുമെത്തി ക്രീഡാവിലാസങ്ങളാൽ അവരെ രമിപ്പിക്കുകയും ചെയ്തു. പല സ്ഥാനങ്ങളിലുമായി സ്ഥിതി ചെയ്യുന്ന ഓരോ ഗൃഹത്തിലും വീണ്ടും വീണ്ടും ആശ്ചര്യവിവശനായ നാരദ മഹർഷിയാൽ വിവിധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതായി ദർശിക്കപ്പെട്ട അങ്ങ് എല്ലാ പത്നിമാരിലും 10 പുത്രന്മാരെ വീതം ജനിപ്പിച്ചു. അല്ലയോ ഗുരുവായൂരപ്പ, എന്നെ രക്ഷിക്കണേ. ശ്രീഹരയേ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീജഗദംബികായേ നമഃ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.